പട്ടുവസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും നിരത്തിയിട്ടിരുന്ന ആ കട്ടിലിൻ്റെ ഒരു മൂലയിൽ കാൽമുട്ടിൽ മുഖം ഒളിപ്പിച്ചു വെച്ച് അവൾ ഇരുന്നു. പാറിപ്പറന്ന മുടിയിഴകൾ അവളുടെ മുഖം മറച്ചിരുന്നു. ഒരു സാദാ ധാവണി വാരി വലിച്ചു ചുറ്റിയിരുന്നു. അവളുടെ ഏങ്ങലടികൾ ആ മുറിയിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. മോളെ ഗൗരി. മീനാക്ഷി മുത്തശ്ശിയുടെ വിളി കേട്ടതും അവൾ മുഖമുയർത്തി നോക്കി. കരഞ്ഞു വീർത്ത അവളുടെ കൺപോളകളും ചുവന്ന മുഖവും ഒക്കെ കണ്ടതും ആ വൃദ്ധയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. മുത്തശ്ശി. അവൾ അവരെ നോക്കി സങ്കടത്തോടെ വിളിച്ചതും അവർ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ തലയിലൊന്ന് തലോടി. ഇന്നാണ് സത്യപ്രതാപനും ഗൗരിയുമായിട്ടുള്ള വിവാഹം അവളുടെ സമ്മതമില്ലാതെ നടത്താനായി അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവൾക്ക് ധരിക്കാനായി വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും അവർ കൊണ്ടുവന്നു കൊടുത്തു. എങ്കിലും അവളൊന്നും ധരിക്കാതെ അതേപോലെ തന്നെ ഇരിക്കുകയായിരുന്നു. എന്തൊരു ഇരിപ്പാ കുഞ്ഞേ ഇത്. മുഹൂർത്തം ആവാറായി. ഇനിയും ഒരുങ്ങി തയ്യാറായില്ലെങ്കിൽ നിന്നെ തല്ലിക്കൊല്ലും ആ ദുഷ്ടക്കൂട്ടങ്ങൾ. കൊല്ലട്ടെ മുത്തശ്ശി, കൊല്ലട്ടെ. എന്നാലും എൻ്റെ ദേവേട്ടനല്ലാതെ മറ്റൊരുത്തനെ എൻ്റെ കഴുത്ത് താലി കെട്ടില്ല. അവർ സങ്കടത്തോടെ പറഞ്ഞത് കേട്ട് അവൾ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. മോളെ, ഇത്രയും നാൾ നീ അവന് വേണ്ടി കാത്തിരുന്നില്ലേ? ഇനി അവൻ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കുഞ്ഞെ? വരും മുത്തശ്ശി. ആ ശരീരത്തിൽ ഒരല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ എൻ്റെ ദേവേട്ടൻ വരും. അവൾ അവരുടെ മുഖത്ത് നോക്കി വല്ലാത്തൊരു ഉറപ്പോടെ പറഞ്ഞു. അവർ അവളുടെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം നോക്കിയിരുന്നു. അവരുടെ മനസ്സിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു വന്നത് മുതലുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വന്നു. 3 വർഷങ്ങൾക്ക് മുന്നേ വിശ്വനാഥവർമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഗൗരിമോളെ കൂട്ടിക്കൊണ്ടുവന്നത്. കീഴ്ജാതിക്കാരനോടൊപ്പം ഇറങ്ങിപ്പോയ ദേവകിയോട് അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യമായിരുന്നുവെങ്കിലും അവസാന സമയത്ത് അതിന് അയവ് വന്നിരുന്നു. അവരെ പോയി കൂട്ടിക്കൊണ്ടുവരണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അവരുടെ മരണവാർത്ത അറിയുന്നത്. ആ വാർത്ത തങ്ങൾക്കൊരു ഷോക്കായിരുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു വിശ്വനാഥൻ. ഇത്രയും നാളും മകളോട് കാണിച്ച അവഗണനയും അവസാന നിമിഷം അവളെ ഒന്ന് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയും എല്ലാം കൂടെ ആയപ്പോൾ അദ്ദേഹം വീണുപോയി. അപ്പോഴാണ് അവർക്കൊരു മകളുണ്ടെന്ന വിവരം അറിയുന്നത്. തങ്ങളുടെ കൊച്ചുമകൾ. ഒത്തിരി സന്തോഷം തോന്നി. അവസാനമായി മകളെയും ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. കൊച്ചുമകളെങ്കിലും കാണണമെന്ന് കരുതിയാണ് എത്രയും പെട്ടെന്ന് ഗൗരിമോളെ കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ അതെൻ്റെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണെന്ന് അന്ന് തങ്ങൾ അറിഞ്ഞിരുന്നില്ല. രഘുവരൻ, വിശ്വനാഥവർമ്മയുടെ അനുജൻ്റെ മകൾ സുനന്ദയുടെ ഭർത്താവ്. ക്രൂരതയുടെ പര്യായമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് തങ്ങൾ അറിഞ്ഞത് വളരെ വൈകിയാണ്. അദ്ദേഹം കിടപ്പിലായതുകൊണ്ട് ഗൗരിമോളെ കൂട്ടിക്കൊണ്ടു വരാനാണ് അയാളോട് സഹായം ചോദിച്ചത്. എല്ലാത്തിനും അവൻ കൂട്ടുനിന്നു. ഗൗരിമോളെ ഇവിടെ എത്തിക്കുന്നതുവരെ എല്ലാ സഹായത്തിനും അവൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു കുറുക്കൻ്റെ കൗശലത്തോടെയാണെന്ന് മനസ്സിലാക്കാൻ വളരെ വൈകി. മോളെ കൊണ്ടുവന്ന് അധികം വൈകാതെ തന്നെ അദ്ദേഹം മരണത്തെ പുൽകുമ്പോൾ ഒരു സഹായത്തിനു വേണ്ടിയാണ് രഘുവിനെയും സുനന്ദയും ഇവിടെ നിർത്തിയത്. പക്ഷെ അത് അവർ ഒരു അവസരമായി എടുത്ത് എൻ്റെ കുഞ്ഞിനെ പരമാവധി ദ്രോഹിച്ചു. അവൻ്റെ മകൻ സത്യപ്രതാപനെ ഭയന്ന് നാട്ടുകാർ പോലും സഹായത്തിന് വന്നില്ല. അവൻ്റെ കഴുകൻ കണ്ണുകൾ എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ പലപ്പോഴും പാറി വീഴുന്നത് കണ്ടെങ്കിലും നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ തനിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ അവൻ തൻ്റെ കുഞ്ഞിനെ വിവാഹം കഴിക്കാൻ നടക്കുന്നു. അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം തൻ്റെ സകല സ്വത്തുക്കളും ഗൗരിമോളുടെ വയറ്റിൽ പിറക്കുന്ന കുഞ്ഞിൻ്റെ പേർക്ക് എഴുതി വെച്ചു. അതോടൊപ്പം അവളുടെ ജീവൻ ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെയോ ക്ലോസ് അതിൽ എഴുതി ചേർത്തിരുന്നു. ചിലപ്പോൾ ഇവരുടെയൊക്കെ സ്വഭാവം മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാവാം. അതിൻ പ്രകാരം ആ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിവാഹ നാടകം. അവർ ആത്മഗതം പോലെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവളുടെ മുഖത്തെ വേദന കാണുന്തോറും ആ വൃദ്ധയുടെ മനസ്സ് വല്ലാതെ നൊന്തു. ഈശ്വര, എൻ്റെ കുഞ്ഞിനെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരുമില്ലേ ഭഗവാനെ? അവർ മനസ്സറിഞ്ഞ് ദൈവത്തിനെ വിളിച്ചു. അപ്പോഴേക്കും വാതിൽ തള്ളി തുറന്നുകൊണ്ട് സുനന്ദയും അവരുടെ മകൾ സംഗീതയും അകത്തേക്ക് കയറി വന്നു. ഇതുവരെ നീ റെഡിയായില്ലേ? ദേ പെണ്ണെ, മുഹൂർത്തം ആവാറായി. മര്യാദയ്ക്ക് എഴുന്നേറ്റ് റെഡിയാവാൻ നോക്ക്. വെറുതെ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ നാണം കെടുത്താൻ നിന്നാലുണ്ടല്ലോ, വെച്ചേക്കില്ല നിന്നെ, പറഞ്ഞേക്കാം. അകത്തേക്ക് കയറി വന്ന സുനന്ദ കട്ടിൽ റെഡിയാവാതെ ഇരിക്കുന്ന ഗൗരിയെ കണ്ടതും ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് മറുപടിയായി അവൾ മുഖം തിരിച്ചതല്ലാതെ യാതൊന്നും മിണ്ടിയില്ല. നോക്കമ്മേ, അമ്മ ഇത്രയും പറഞ്ഞിട്ടും അവളൊന്ന് മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. സംഗീത എരുതിയിൽ എണ്ണ പോലെ സുനന്ദയോട് പറഞ്ഞതും അവർ ദേഷ്യത്തോട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. ഡി, നിന്നോടല്ലേടി പറഞ്ഞത് മര്യാദയ്ക്ക് എഴുന്നേറ്റ് റെഡിയാവാൻ? അവളുടെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് താഴെ നിർത്തിക്കൊണ്ട് അവർ പറഞ്ഞതും അപ്പോഴും മറുപടിയൊന്നുമില്ലാതെ അവൾ വെറുതെ നിന്നതേയുള്ളൂ. അവളുടെ നിസ്സഹകരണഭാവം അവരെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അവർ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചതും അവൾ വേദനയോടെ കണ്ണുകൾ മുറുകെ അടച്ചു. വിട് സുനന്ദേ, കുഞ്ഞിന്റെ കൈ വേദനിക്കുന്നു. മുത്തശ്ശി അവരുടെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പ്രായമായ ആ വൃദ്ധയ്ക്ക് അധികം നേരം അവരോട് ബലം പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. നീ പോയി അച്ഛനെയും ഏട്ടനെ വിളിച്ചുകൊണ്ട് വാ മോളെ. ഇവളുടെ വായിൽ നാവുണ്ടോ എന്ന് അവർ വന്ന് നോക്കിക്കോളും. അവളുടെ കൈ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പുച്ഛത്തോടെ അവർ സംഗീതയോട് പറഞ്ഞതും അവളും അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ മുറിയിലേക്ക് രഘുവരനും സത്യപ്രതാപനും കൂടി കയറി വന്നു. എന്താ ഇവിടെ?
അയാളുടെ സൗണ്ട് കേട്ടതും എല്ലാവരും വാതിലിന് നേർക്ക് നോക്കി. അവരെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന രഘുവിനെ കണ്ട് മുത്തശ്ശി ഗൗരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ദേ നോക്ക് രഘുവേട്ടാ, ഈ പെണ്ണ് ഇതുവരെ റെഡിയായിട്ടില്ല. മുഹൂർത്തത്തിന് സമയമായി എന്ന് പറഞ്ഞിട്ടും ഇവൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ? ആളുകൾക്ക് മുന്നിൽ നമ്മൾ നാണം കെടുത്താനുള്ള പരിപാടിയാണ്. അയാൾ അകത്തേക്ക് കയറിയതും സുനന്ദ അവളെ നോക്കി ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ട് അയാൾ അവളെ ഒന്ന് നോക്കി. മുഖം കുനിച്ച് നിൽക്കുകയാണ് അവൾ. ഇവിടെ പറയുന്നതൊന്നും തന്നെ ബാധിക്കില്ല എന്ന മട്ടിൽ. അയാൾ ദേഷ്യത്തോടെ പല്ല് കടിച്ചു. സത്യ! അയാൾ അതേ ദേഷ്യത്തോടെ തന്നെ തിരിഞ്ഞു നിന്ന് മകനെ വിളിച്ചതും അയാൾ തലയാട്ടിക്കൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് നടന്നു. ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് തലകുനിച്ച് നിൽക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ചതും അവൾ അയാളുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞു. ഡി! അലറിക്കൊണ്ട് അയാൾ അവളുടെ കരണത്ത് ആഞ്ഞടിച്ചതും അവൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു വീണു. രഘുവരൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. സുനന്ദയുടെയും സംഗീതയുടെയും മുഖത്ത് ക്രൂരമായ പുഞ്ചിരി വിടർന്നു. മോളെ! മുത്തശ്ശി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പൊതിഞ്ഞു പിടിച്ച്. മാറി നിൽക്ക് തള്ളേ! അവരെ പിടിച്ച് വലിച്ചു മാറ്റിക്കൊണ്ട് അവൻ വീണ്ടും അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചതും അവൾ വേദനയോടെ അവൻ്റെ കൈകളെടുത്ത് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ കരുത്തിന് മുന്നിൽ അവൾ നിസ്സഹായയായിരുന്നു. ആരെ കണ്ടിട്ടടി നിന്റെ ഈ നെകളിപ്പ്? നിന്റെ ചത്തുപോയ തന്ത കുഴിയിൽ എഴുന്നേറ്റ് വരുമെന്ന് കരുതിയോ? അതോ നിന്റെ ആ മറ്റം വരുമെന്ന് കരുതിയോടി പറയടി പഞ്ഞ? അവൻ അവളുടെ കവളിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ ശക്തമായി ഇടിച്ചുകൊണ്ട് പിന്നിലേക്ക് ആഞ്ഞു തള്ളി. പെട്ടെന്നുള്ള അവളുടെ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൻ അല്പം പിന്നിലേക്ക് ആഞ്ഞു. അതേടാ, എൻ്റെ ദേവേട്ടനെ പ്രതീക്ഷിച്ച് തന്നെ ഞാൻ കാത്തിരിക്കുന്നത്. നിന്റെയൊക്കെ അന്ത്യം കാണാൻ അദ്ദേഹം വരും. നീയൊക്കെ എത്രയൊക്കെ കിണഞ്ഞു ശ്രമിച്ചാലും എൻ്റെ ദേവേട്ടൻ്റെ കൈകൊണ്ടല്ലാതെ മറ്റൊരു താലി എൻ്റെ കഴുത്തിൽ വീഴില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊരു നിമിഷം മുമ്പെങ്കിലും ഈ ഗൗരിയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടിട്ട് പോയിട്ടുണ്ടാകും. അവൾ അവനെ നോക്കി അലർച്ചയോടെ പറഞ്ഞതും അവൻ വർദ്ധിച്ച ദേഷ്യത്തോടെ അവളുടെ നേരെ പാഞ്ഞു വന്നു. എടീ, എന്ത് പറഞ്ഞടി നീ? പാഞ്ഞു വന്ന് കണ്ണു പൊട്ടുന്ന ചീത്ത വിളിച്ചുകൊണ്ട് അവളുടെ ഇരു കവിളിലും അവൻ മാറി മാറി അടിച്ചു. ശേഷം അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ അവളോടായി പറഞ്ഞു. അങ്ങനെ നിനക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ അത് മാറ്റി തന്നില്ലെങ്കിൽ ഞാൻ ആണാണെന്നും പറഞ്ഞ് നടക്കുന്ന എന്തിനാടി? ഇപ്പം തന്നെ നിന്റെ ആ വിശ്വാസം ഞാൻ മാറ്റിത്തരാം. വിവാഹ വേഷത്തിൽ വേണമെന്നില്ലടി. ഈ വേഷത്തിലായാലും ഈ സത്യപ്രതാപൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അവൻ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞ് അവളെയും വലിച്ച് മുറ്റത്തുയർത്തി കെട്ടിയിരുന്ന പന്തലിനടുത്തേക്ക് നടന്നു. ഒരു ചിരിയോടെ രഘുവരൻ അവൻ്റെ പിന്നാലെ നടന്നു. വിട്, എന്നെ വിടാനല്ലേ പറഞ്ഞത്? അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ ശക്തമായ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. അയ്യോ വിടെന്താ മോളെ, എൻ്റെ കുഞ്ഞിനെ വിട് സത്യ! മീനാക്ഷിയമ്മ കരഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ ചെന്നെങ്കിലും സുനന്ദയും സംഗീതയും ചേർന്ന് അവരെ പിടിച്ചു വെച്ചു. വിടടി മഹാഭാബി, എങ്ങനെ തോന്നടി ആ പാവം കുഞ്ഞിനെ ഇങ്ങനെ ദ്രോഹിക്കാൻ? നിനക്കില്ലടി ഒരു മോള്? സുനന്ദയുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ആ വൃദ്ധ അവരുടെ നേരെ അലറി. ദേ തള്ളെ, നാവടക്കി വെച്ചില്ലെങ്കിൽ വയസ്സായെന്നൊന്നും നോക്കില്ല, തല്ലി കൊല്ലിഞ്ഞ് പറഞ്ഞില്ല എന്ന് വേണ്ട. അവൾ മുത്തശ്ശിയുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ നേരെ ചീറി. തൻ്റെ ദയനീയാവസ്ഥ ഓർത്ത് ആ വൃദ്ധ സ്വയം വിലപിച്ചു. കല്യാണം കൂടാൻ വന്ന നാട്ടുകാരെല്ലാം സത്യപ്രതാപന്റെ പ്രകടനത്തിൽ സ്തംഭിച്ചു നിന്നു. എങ്കിൽ പോലും ആർക്കും തന്നെ അവൻ്റെ മുൻപിൽ ചെന്ന് അവളെ രക്ഷിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അവരെല്ലാം ദയനീയമായി ഗൗരിയെ നോക്കി നിന്നു. വലിച്ചഴിച്ചുകൊണ്ട് അവൻ അവളെ കതിർമണ്ഡപത്തിലേക്ക് കയറ്റാൻ തുടങ്ങിയതും പന്തലിൻ്റെ മുറ്റത്തായി ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്നും യൂണിഫോമിൽ ഇറങ്ങിയ ആളെ കണ്ടതും ഗൗരിയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ദേവേട്ടാ! സത്യപ്രതാപന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൾ രുദ്രന്റെ നേരെ പാഞ്ഞു ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവനെ മുറുകെ പുണർന്നു. തൻ്റെ നെഞ്ചിൽ മുഖാമർത്തി നിശബ്ദമായി കരയുന്ന തൻ്റെ പെണ്ണിനെ രുദ്രൻ ഇരു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു. ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. രുദ്രൻ പതിയെ ഗൗരിയെ തന്നെ നിന്നും അടർത്തി മാറ്റി. ഏങ്ങി കരയുന്ന പെണ്ണിൻ്റെ കവളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ അവൻ ഇരു കൈകളുടെയും തള്ളവിരൽ കൊണ്ട് അമർത്തി തുടച്ചു. എന്താടി പെണ്ണെ നോക്കുന്നത്? ഞാൻ അന്ന് പറഞ്ഞതുപോലെ നിന്റെ ദേവേട്ടൻ നിന്റെ മുന്നിൽ പോലീസ് യൂണിഫോമിൽ വന്നു നിൽക്കുന്നു. ഇത് കാണാൻ വേണ്ടിയല്ലേ നീ ഇത്രയും നാൾ കാത്തിരുന്നത്? അവളുടെ ഇരുതോളിലും പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കരച്ചിൽ നിയന്ത്രിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. കരയരുത് പ്രിയ, നിന്റെ കണ്ണുനീർ എന്നെ തളർത്തുമെന്ന് നിനക്കറിയില്ലേ? അവൻ അവളോടായി പറഞ്ഞതും അവൾ വേഗം കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് ആകമാനം ഒന്ന് നോക്കിയതും അവൻ്റെ കണ്ണുകൾ കുറുകി. ഇരു കവിളിലും ചുവന്ന തിണർത്ത് കിടക്കുന്ന പാടുകൾ. ചുണ്ടിൻ്റെ കോണിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തക്കറ കണ്ടതും അവൻ്റെ കണ്ണുകളിലേക്ക് ദേഷ്യം അരിച്ചിറങ്ങി. അവൻ്റെ കണ്ണുകൾ ഗൗരിയുടെ പിന്നിലായി നിൽക്കുന്ന സത്യപ്രതാപൻ്റെ നേർക്ക് നീണ്ടു. അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി. അയാളും രുദ്രനെ കണ്ട് ആകെ അന്താളിച്ച് നിൽക്കുകയായിരുന്നു. ഗൗരിയുടെ പ്രണയം എന്ന നിലയിൽ രുദ്രനെക്കുറിച്ച് അയാൾ നേരത്തെ തന്നെ അന്വേഷിച്ചിരുന്നു. ഗൗരിയെ അന്വേഷിച്ച് കൈലാസത്തിൽ ചെന്നപ്പോഴാണ് രുദ്രൻ്റെ പെണ്ണാണ് ഗൗരിയെന്ന് അവിടെയുള്ളവർ പറഞ്ഞറിയുന്നത്. പക്ഷേ അന്ന് അവൾക്ക് 18 വയസ്സ് തികയാത്തതുകൊണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി. പിന്നീട് വിശ്വനാഥൻ മരിച്ചപ്പോഴാണ് സ്വത്തുക്കളെല്ലാം ഗൗരിക്ക് ജനിക്കുന്ന കുഞ്ഞിൻ്റെ പേർക്കാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയോ ക്ലോസ് എഴുതിയതുകൊണ്ട് തന്നെ ഗൗരിയെ അപകടപ്പെടുത്താൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഗൗരി വിവാഹം ചെയ്യുക എന്ന തീരുമാനത്തിലെത്തിയത്. അതോടൊപ്പം അവളുടെ അധമമായ സൗന്ദര്യത്തോടുള്ള ഭ്രമവും അത് തന്നെ മത്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന് തന്നെ കരുതി.
അവളിൽ നിന്ന് തനിക്കൊരു കുഞ്ഞ്. അങ്ങനെ സംഭവിച്ചാൽ ഗൗരിയും അതോടൊപ്പം ഈ സ്വത്തുക്കൾ എന്നേക്കുമായി തനിക്ക് സ്വന്തമാകുമെന്ന് കരുതി. അതിനുവേണ്ടിയാണ് ബലം പ്രയോഗിച്ചാലും ഈ വിവാഹം നടത്താൻ തീരുമാനിച്ചത്. ഇതിനിടയിൽ രുദ്രൻ വരുമോ എന്ന് ഇടയ്ക്കൊന്ന് ഭയന്നെങ്കിലും ട്രെയിനിങ് കഴിഞ്ഞ് നോർത്തിലാണ് ACP ആയി ചാർജ് എടുത്തതെന്ന് അറിഞ്ഞപ്പോൾ സമാധാനമായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ താൻ ആളെ വിട്ട് അന്വേഷിച്ചു ഇവൻ നാട്ടിലെത്തിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അയാളുടെ കണ്ണുകൾ രുദ്രനും ഗൗരിക്കും നേരെ നീണ്ടു. രുദ്രന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ഗൗരിയെ കണ്ടതും അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഹേയ്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അവളെ വിട്. ഇതെന്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. ഗൗരിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന രുദ്രനെ കണ്ടതും രഘുവരൻ ദേഷ്യത്തോടെ അവരുടെ നേരെ വന്നുകൊണ്ട് ചോദിച്ചു. അതിന് മറുപടിയായി രുദ്രൻ അയാളെ ഒന്ന് രൂക്ഷമായി നോക്കി. അവന്റെ അഗ്നിയാളുന്ന നോട്ടത്തിൽ അയാളുടെ ഭയം തോന്നിയെങ്കിലും അയാൾ ധൈര്യം സംഭരിച്ച് ബലമായി ഗൗരിയുടെ കയ്യിൽ പിടിക്കാൻ തുടങ്ങി. എന്നാൽ ആ നിമിഷം തന്നെ രുദ്രൻ ഗൗരിയെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി. ശേഷം കണ്ണുകൾ മുറുകെ അടച്ചു തുറന്നുകൊണ്ട് വലം കൈ ഉയർത്തി അയാളുടെ കാരണത്ത് നോക്കി ആഞ്ഞടിച്ചു. ആ! അവന്റെ അടിയിൽ രഘുവരൻ ഒരു വശത്തേക്ക് ചരിഞ്ഞു വീണു. അയ്യോ രഘുവേട്ടാ, അച്ഛാ! സുനന്ദയും സംഗീതയും ഓടി വന്ന് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സാർ, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണിത്. ആവശ്യമില്ലാതെ സാർ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടരുത്. സത്യപ്രതാപൻ ധൈര്യം സംഭരിച്ച് രുദ്രന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും രുദ്രന്റെ കണ്ണുകൾ കുറുകി, മുഖം വലിഞ്ഞു മുറുകി. അവന്റെ കൈകളൊന്ന് ഉയർന്നു താഴ്ന്നു. ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടലോടെ നോക്കിയതും കവിളിൽ കയ്യും വെച്ച് പകച്ചു നിൽക്കുന്ന സത്യപ്രതാപനെയാണ് കണ്ടത്. രുദ്രന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. അവൻ സത്യപ്രതാപന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. നീ എന്താടാ പറഞ്ഞത്? നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണെന്നോ? ഇനി ഒരു തവണ കൂടെ നിന്റെ നാവിൽ നിന്നും എൻ്റെ പെണ്ണിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും വീണാൽ നിന്നെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് തള്ളിയിട്ടുകൊണ്ട് രുദ്രൻ പറഞ്ഞതും അവൻ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് ആഞ്ഞു ചുമച്ചു. എല്ലാവരും ഒരു ഭയത്തോടെ രുദ്രനെ നോക്കി നിന്നു. രുദ്രൻ തിരിഞ്ഞ് ഗൗരിയെ നോക്കിയതും അവൾ ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അവൻ അവളുടെ കൈ പിടിച്ച് സത്യപ്രതാപന്റെ മുന്നിലേക്ക് ചെന്നു. ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം നിന്റെയൊക്കെ ഇവിടുത്തെ പൊറുതി. ഇതിവളുടെ മുത്തച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണ്, അല്ലാതെ നിന്റെയൊക്കെ കുടുംബസ്വത്തല്ല. അതുകൊണ്ട് ഇന്നിരുട്ട് മുന്നേ പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് ഇറങ്ങിക്കോളണം. പിന്നെ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളെ ബലമായി വിവാഹം കഴിക്കാൻ ശ്രമിച്ചതിനും ശാരീരികമായി മാനസികമായി അവളെ ഉപദ്രവിച്ചതിനും ഇന്ന് തന്നെ നിനക്കുള്ള സസ്പെൻഷൻ ഓർഡർ റെഡിയായിരിക്കും. ഐശ്വര്യമായിട്ട് ചെന്ന് കൈപ്പറ്റിക്കോ. അവൻ പറഞ്ഞതും അയാൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. അത് കണ്ടതും അവരെ നോക്കിയൊന്ന് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ഗൗരിയുടെ കയ്യും പിടിച്ചവൻ പുറത്തേക്ക് നടന്നു. രുദ്രന്റെ ജീപ്പ് കൈലാസത്തിന്റെ മുറ്റത്ത് വന്ന് നിന്നതും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നു. ജീപ്പിൽ നിന്നും രുദ്രന്റെ കൈ പിടിച്ചിറങ്ങുന്ന ഗൗരിയെ കണ്ടതും ഒരാളുടെ മുഖമൊഴിച്ച് ബാക്കി എല്ലാ മുഖങ്ങളും വിടർന്നു. മോളെ! ശാരദ അവളുടെ അടുത്തേക്ക് വന്നതും രുദ്ര അവരെ കൈയെടുത്ത് തടഞ്ഞു. എന്റെ പെണ്ണ് ആ വീട്ടിൽ കിടന്ന് ഇത്രയും നാൾ നരകിച്ചിട്ടും നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല അല്ലേ? രുദ്രൻ രൂക്ഷമായ സ്വരത്തിൽ ചോദിച്ചതും എല്ലാവരുടെയും തല കുനിഞ്ഞു. ശരിയാണ്, വളരെ വൈകിയാണെങ്കിലും ഗൗരിയോടെ അനുഭവിക്കുന്നതൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഓരോരുത്തരും കുറ്റബോധത്തോടെ ഓർത്തു. രുദ്ര, ഞങ്ങൾ... ഇന്ദ്രൻ എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും പകുതിയിൽ നിർത്തി. സത്യത്തിൽ അവൻ്റെ ചോദ്യത്തിന് അവർക്ക് ആർക്കും ഒരു മറുപടിയില്ലായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് ഗൗരിയെ കൊണ്ടുപോയ കാര്യം അവനെ അറിയിക്കാമായിരുന്നു. പക്ഷെ അവിടെ തങ്ങൾ സ്വാർത്ഥരായിപ്പോയി. ആ സമയം ഗൗരി എന്ന പെണ്ണിനെക്കുറിച്ച് ചിന്തിക്കാതെ രുദ്രൻ്റെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. ഗൗരി പോയി എന്ന് അറിഞ്ഞാൽ ആ നിമിഷം അവൻ അവിടെ നിന്നും വരാൻ നോക്കും. ലീവ് കിട്ടിയില്ലെങ്കിൽ അവൻ റിസൈൻ ചെയ്യാൻ പോലും മടിക്കില്ല. അതവൻ അന്ന് അവളെ വിട്ട് ട്രെയിനിങ്ങിന് പോകാൻ മടിച്ചപ്പോഴേ മനസ്സിലായതാണ്. അതുകൊണ്ട് മാത്രമാണ് അവനോടൊന്നും പറയാതിരുന്നത്. ഇവിടെ വന്നിട്ട് എല്ലാം പറയാമെന്ന് കരുതി. പക്ഷെ ഇപ്പോൾ അയാൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി. അവൻ അവരെ നോക്കി ഗൗരവത്തോടെ അവളുടെ കയ്യും പിടിച്ച് അകത്തേക്ക് നടന്നു. ആ പിന്നെ നാളെ രാവിലെ 9-നും 9:30-ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ രുദ്രദേവ് ഗൗരിപ്രിയയുടെ കഴുത്തിൽ താലി കെട്ടും. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. അവൻ്റെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടത്. നീ എന്താ രുദ്രയെ പറയുന്നത്? നാളെയോ? അതെ, നാളെ തന്നെ. ഇനിയും നീട്ടിയ ചിലപ്പോൾ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ ഇനിയും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഇവളെ അവരുടെ കൂടെ പറഞ്ഞുവിടും. കഴുത്തിൽ എൻ്റെ താലിയില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവൾ അന്യാണല്ലോ. അവൻ പറഞ്ഞു കേട്ട് അവർ മറുപടിയില്ലാതെ തലകുനിച്ച് നിന്നു. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് രുദ്ര അവളുടെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറി. ബെഡ്റൂമിൽ ചെന്നതും രുദ്ര അവളെ കട്ടിലേക്ക് ഇരുത്തിയ ശേഷം ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് മരുന്ന് കോട്ടലിൽ വെച്ച് അവളുടെ പൊട്ടിയ ചുണ്ടിൽ അമർത്തി വെച്ചു. അവൾ വേദനയോടെ മുഖം ചുളിച്ചതും അവൻ പതിയെ അവിടെ ഊതിക്കൊടുത്തു. തൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുറിവിൽ മാത്രം ശ്രദ്ധിച്ച് മരുന്ന് വയ്ക്കുന്ന രുദ്രൻ്റെ മുഖത്ത് തന്നെയായിരുന്നു ഗൗരിയുടെ കണ്ണുകൾ. ഇപ്പോൾ ആ മുഖത്ത് തന്നോടുള്ള പ്രണയമല്ല, പരിഭവമാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. തൻ്റെ ചുണ്ടിൽ സൂക്ഷ്മമായി മരുന്ന് പുരട്ടുന്ന രുദ്രൻ്റെ കൈകൾ അവൾ പിടിച്ചതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ ചിന്തിക്കാൻ തുടങ്ങും മുമ്പേ അവൻ്റെ മുഖം പിടിച്ച് താഴ്ത്തി അവൻ്റെ അധരങ്ങളിലേക്ക് അവളുടെ ചുണ്ടുകൾ കോർത്തു. ഗൗരിയുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവനൊന്ന് പകച്ചെങ്കിലും പിന്നീട് അവനും ആ ചുംബനത്തെ അലിഞ്ഞു ചേർന്നു. മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ടുള്ള ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ ഒരു തളർച്ചയോടെ ഗൗരി രുദ്രൻ്റെ നെഞ്ചിലേക്ക് വീണു.
അതുവരെയുള്ള എല്ലാ പരിഭവങ്ങളും മറന്നുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. പേടിച്ചു പോയോ? ഇല്ല. അതെന്തേ? വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. വീണ്ടും അവന് പരിഭവം നിറഞ്ഞു. ട്രെയിനിങ് കഴിഞ്ഞ് പറയാമെന്ന് കരുതി. അപ്പോഴല്ലേ പോസ്റ്റിംഗ് നോർത്ത് കിട്ടിയത്. പിന്നെ വിളിച്ചു പറയാൻ ഒരു നിർവാഹവുമില്ലായിരുന്നു. എങ്കിലും ഈ വരവിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ 3 വർഷവും ഞാൻ കാത്തിരുന്നത്. അവൾ നിറകണ്ണുകളോടെ പറഞ്ഞതും അവൻ ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. വാതിൽ മുട്ടുന്ന സൗണ്ട് കേട്ടതും രുദ്ര അവളിൽ നിന്ന് അകന്നു മാറി. പോയി ഫ്രഷായി വാ. അവൻ അതും പറഞ്ഞുകൊണ്ട് വാതിൽ തുറക്കാൻ പോയതും ഗൗരി ഒരു നെടുവീർപ്പോടെ വാഷ്റൂമിലേക്ക് നടന്നു. ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന മാധവനെയും മഹിയെയും കണ്ടതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അവർ കയ്യിലിരുന്നൊരു കാർഡ് അവൻ്റെ നേരെ നീട്ടിയതും അവൻ സംശയത്തോടെ അത് വാങ്ങി നോക്കി. രുദ്രദേവ് വേർഡ്സ് ഗൗരിപ്രിയ. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ മുഖമുയർത്തി അവരെ നോക്കി. സോറിടാ. രണ്ടുപേരും ചെവിയിൽ പിടിച്ചുകൊണ്ട് മാപ്പ് ചോദിച്ചതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അവൻ രണ്ടുപേരെയും കൂടെ ചേർത്ത് ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു. അവരും അവനെ ചേർത്ത് പിടിച്ചു. തെറ്റാണ് ചെയ്തതെങ്കിലും 2 ദിവസത്തെ അവൻ്റെ അവഗണന അവരെ അത്രമാത്രം വേദനിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ഒരു സൈഡിലായി മാറി നിൽക്കുന്ന ഇന്ദ്രനെ രുദ്രൻ കാണുന്നത്. അവനെ നോക്കി രുദ്രൻ കൈനീട്ടിയതും ഒരു കുതിപ്പിന് ഇന്ദ്രൻ അവരുടെ അടുത്തേക്ക് എത്തി. സോറി മോനെ, ഏട്ടനോട് ക്ഷമിക്ക്. അവൻ പറഞ്ഞു തീരും മുമ്പേ രുദ്ര അവനെ ചേർത്ത് പിടിച്ചിരുന്നു. 4 പേരും പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ സന്തോഷം പങ്കുവച്ചു. അവരുടെ പിന്നിലായി ആത്മനിർവൃത്തിയുടെ ആ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ പരമാവധി ആളുകളെയൊക്കെ വിളിച്ചിരുന്നു. അടുത്തുള്ളവർക്കെല്ലാം ലെറ്റർ കൊടുത്തും ദൂരെയുള്ളവരെ ഫോൺ വിളിച്ചും കല്യാണം അറിയിച്ചു. വിവാഹം കുടുംബക്ഷേത്രത്തിൽ വെച്ചായതുകൊണ്ട് തന്നെ ഇന്ദ്രനും മഹിയും നേരത്തെ തന്നെ അവിടേക്ക് വേണ്ട ഒരുക്കങ്ങളായി പോയിരുന്നു. മാധവനും രുദ്രനും ഡ്രസ്സ് എടുക്കാനും മറ്റും പെമ്പിളേരെയും കൊണ്ടുപോയി. മുതിർന്നവർ എല്ലാം കല്യാണം വിളിക്കാനും ഇറങ്ങി. അങ്ങനെ പാതിരാത്രി വരെ നീണ്ടുനിന്ന കല്യാണ ഒരുക്കങ്ങൾ കഴിഞ്ഞതും എല്ലാവരും തളർച്ചയുടെ ബെഡിലേക്ക് വീണു. സന്തോഷകരമായ ഒരു പുലരി കാത്തുകൊണ്ട് അവരെല്ലാം നിദ്ര പുലുകി.